ഗൗരിയും ആവണിയും ഒക്കെ അവളുടെ വീട്ടിൽ നിന്ന് സോപ്പിനോട് പതയുണ്ടാക്കി കളിക്കാറുണ്ടാച്ച. എനിക്ക് അങ്ങനെയൊന്ന് കളിക്കണം. കളിച്ചോ, നീ അതിന് കൊതിയുണ്ടെന്നും പറഞ്ഞുകൊണ്ടിരിക്കണ്ട. അച്ഛതേ ഒരു ബക്കറ്റ് നിറയെ പതയുണ്ടാക്കി വച്ചിരിക്കുന്നു. നിന്റെ ഇഷ്ടം പോലെ കളിക്കണ്ടേ ദേവക്കുട്ടി. ഇന്ന് ദേവക്കുട്ടിക്ക് വേണ്ടി അച്ഛന് ഈ ദിവസം മൊത്തം അങ്ങ് മാറ്റി വെച്ചിരിക്കുക. മനസ്സിലായോ അച്ഛയുടെ പൊന്നെ? ജാങ്കക്കുട്ടന്റെ മേലെ ആക്കട്ടെ അച്ഛ. അവനെ കുളിപ്പിക്കാൻ പോവല്ലേ. പത പത അതിന്റെ മേലെ ആക്കട്ടെ. അവനോട് അങ്ങനെ കുറുമ്പ് കാണിക്കില്ലേ ദേവാ. അവൻ അതൊന്നും ഇഷ്ടപ്പെടില്ല. അവനെ നിന്റെ കൂടെ കളിക്കാൻ വന്നതല്ലേ, കുറുമ്പ് കാട്ടല്ലേ. നിന്റെ കളികളൊന്നും ഇഷ്ടപ്പെടാനിട്ടാ അവൻ കൂരച്ചോണ്ട് എന്റെ അടുത്ത് വന്നിരിക്കുന്നേ. അവനെ ഞാൻ കുളിപ്പിച്ചു കൊടുത്തോണ്ട് ദേവാ. അയ്യേ, എന്റെ ഇഷ്ടം പോലെ കളിക്ക്. അമ്മ വന്നു കഴിഞ്ഞാൽ ഇതൊന്നും പിന്നെ നടക്കില്ല. നീ നന്നായിട്ട് കളിച്ച് രസിക്ക്. അതിനു വേണ്ടി തന്നെയല്ലേ അച്ഛൻ വന്നിരിക്കുന്നേ. നിന്റെ കളി കണ്ടിട്ട് അവൻ നിന്നെ നോക്ക് ദേവാ. അതൊന്നും അവൻ ഇഷ്ടപ്പെടുന്നില്ല. എന്നാ അച്ഛ അവനെ കുളിപ്പിച്ച് ഞാനിവിടെ നിന്ന് കളിക്കട്ടെ. ജാങ്കോ മാത്രമായിട്ട് ഒരു രസമില്ല. അവൻ എന്റെ കൂടെ കളിക്കാൻ